ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. സംസ്ഥാനത്തെ VHSC കുട്ടികൾക്കായിട്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച ഒരു പദ്ധതി. അതിന്റെ പേര് ഹിതം ഹരിതം എന്നാണ്. നമുക്കറിയാം, കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വീടുകളിൽ ചെലവിടുന്ന സമയം വേണ്ട രീതിയിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനായിട്ട് VHSC വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഹിതം ഹരിതം എന്നുള്ളത്. അപ്പോൾ വീടുകളിൽ ചിലവിടുന്ന സമയവും സാഹചര്യവും ഫലവത്തായി ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനായിട്ട് VHSC വിദ്യാർത്ഥികളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹിതം ഹരിതം എന്നുള്ളത്. അപ്പൊ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അവരവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്വയം ഹരിത സംരംഭകരാകാൻ, കാർഷിക മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് സ്വയം ഹരിത സംരംഭകരാകാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ സന്നദ്ധരാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോ VHSC വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹിതം ഹരിതം എന്നുള്ളത്. COVID-19 പശ്ചാത്തലത്തിൽ വീടുകളിൽ ചെലവിടുന്ന സമയം ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്വയം ഹരിത സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഹിതം ഹരിതം എന്നുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കൊച്ചിയിലെ കലൂർ എന്ന സ്ഥലത്തെ പറ്റിയാണ്. 2020 ഡിസംബറില് സംസ്ഥാന സർക്കാരിന്റെ ഊർജ്ജ കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതി പ്രകാരം ഭൂഗർഭ കേബിളിലൂടെ, അണ്ടർഗ്രൌണ്ടിലൂടെ വൈദ്യുതി എത്തിക്കുന്ന കേരളത്തിലെ ആദ്യ സബ്സ്റ്റേഷനാണ് കൊച്ചിയിലെ കലൂർ സബ്സ്റ്റേഷൻ. അപ്പോ ഊർജ്ജ കേരളം പദ്ധതിയിലെ ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതി പ്രകാരം ഭൂഗർഭ കേബിളുകളിലൂടെ വൈദ്യുതി എത്തിക്കുന്ന കേരളത്തിലെ ആദ്യ സബ്സ്റ്റേഷനാണ് കൊച്ചിയിലെ കലൂർ സബ്സ്റ്റേഷൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അഭിനേതാവ് ശ്രീ മോഹൻലാലിനെ പറ്റിയാണ്. ഡൽഹി ആസ്ഥാനമായുള്ള പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ മാൻകൈൻഡ് ഫാർമയുടെ കോർപ്പറേറ്റ് ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ മോഹൻലാൽ. അപ്പോ ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ മാൻകൈൻഡ് ഫാർമയുടെ കോർപ്പറേറ്റ് ബ്രാൻഡ് അംബാസഡറായിട്ട് 2020 ഡിസംബറിൽ നിയമിതനായിരിക്കുന്നത് ആരാണ്? ശ്രീ മോഹൻലാലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 1-2 സൂചികകളാണ്. അതിലൊന്നാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, അല്ലെങ്കിൽ ആഗോള ഭീകരവാദ സൂചിക. ഈ സൂചിക പബ്ലിഷ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. ഈ സൂചിക പ്രകാരം ഭീകരവാദ ഭീഷണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഏഷ്യൻ രാജ്യമായ അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ആഗോള ഭീകരവാദ സൂചികയിൽ ഭീകരവാദ ഭീഷണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഈ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8ാമതാണ്, പാകിസ്ഥാന്റെ സ്ഥാനം 7ാമതാണ്. അപ്പോ ഭീകരവാദ ഭീഷണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8ാമതാണ്, പാകിസ്ഥാന്റെ സ്ഥാനം 7ാമതാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് US എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റിയാണ്. മറ്റൊരു സൂചികയാണ്. US എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള നഗരമാണ് പാകിസ്ഥാനിലെ ലാഹോർ. അപ്പോ 2020 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച US എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള നഗരം ഏതാണ്? പാകിസ്ഥാനിലെ ലാഹോറാണ്. 2ാം സ്ഥാനത്ത് ന്യൂഡൽഹിയും 3ാം സ്ഥാനത്ത് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവാണ്. അപ്പോ US എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള നഗരം ഏതാണ്? പാകിസ്ഥാനിലെ ലാഹോറാണ്. 2ാമത് ന്യൂഡൽഹി, 3ാമത് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയെ പറ്റിയാണ്. ചൈനയുടെ അധികാരത്തിലുള്ള ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ്. അപ്പോ ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരെന്താണ്? യാലങ് സാങ്പോ എന്നാണ്. അപ്പോ ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ്. ചൈനയുടെ തലസ്ഥാനം നമുക്കറിയാം ബെയ്ജിംഗ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ, ജർമ്മനിയിലെ ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പബ്ലിഷ് ചെയ്ത ഗ്ലോബൽ കറപ്ഷൻ ബാരോമീറ്റർ ഏഷ്യ 2020 എന്ന റിപ്പോർട്ടിനെ പറ്റിയാണ്. അപ്പോൾ ഏഷ്യയിൽ അഴിമതികൾ നടക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഗ്ലോബൽ കറപ്ഷൻ ബാരോമീറ്റർ ഏഷ്യ 2020 എന്നുള്ളത്. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം പൊതുസേവനങ്ങൾക്ക് കൈക്കൂലി നൽകുന്നതിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഗ്ലോബൽ കറപ്ഷൻ ബാരോമീറ്റർ ഏഷ്യ 2020 പൊതുസേവനങ്ങൾക്ക്, ഈ റിപ്പോർട്ട് പ്രകാരം പൊതുസേവനങ്ങൾക്ക് കൈക്കൂലി നൽകുന്നതിൽ ഏഷ്യയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആസ്ഥാനം എവിടെയാണ്? നമ്മൾ പറഞ്ഞു, അത് ജർമ്മനിയിലെ ബെർലിനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള ക്ഷീര സഹകരണ സ്ഥാപനമായ അമൂലിനെ പറ്റിയാണ്.
2020 ഡിസംബറിൽ ഇന്റർനാഷണൽ ഡയറി റിസർച്ച് സ്ഥാപനമായ IFCN ഡയറി റിസർച്ച് നെറ്റ്വർക്കിന്റെ ഗ്ലോബൽ ഡയറി പ്രോസസർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് എത്തിയ ക്ഷീരസ്ഥാപനമാണ് ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള ക്ഷീരസഹകരണ സ്ഥാപനമായ അമൂൽ. ഈ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ഡയറി ഫാർമേഴ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പോ ഇന്റർനാഷണൽ ഡയറി റിസർച്ച് സ്ഥാപനമായ IFCN ഡയറി റിസർച്ച് നെറ്റ്വർക്കിന്റെ ഗ്ലോബൽ ഡയറി പ്രോസസർ റാങ്കിങ്ങിൽ ആദ്യ 10ൽ ഇടം നേടിയ ഇന്ത്യൻ ക്ഷീര സ്ഥാപനമാണ് അമൂൽ, ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള അമൂൽ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രിപുരയെ പറ്റിയാണ്. 2020 നവംബറിൽ നടന്ന 10ാമത് നാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ത്രിപുരയാണ്. അപ്പോ COVID-19 പശ്ചാത്തലത്തിൽ വിർച്വൽ ആയിട്ടാണ് 2020 നാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ നടന്നത്. അപ്പൊ 10ാമത് നാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ആണ് 2020 നടന്നത്. അതിന് വേദിയായത് ത്രിപുരയാണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ നമുക്കറിയാം അഗർത്തലയാണ്. ത്രിപുരയുടെ മുഖ്യമന്ത്രി ശ്രീ ബിപ്ലബ് കുമാർ ദേവാണ്. ത്രിപുരയുടെ ഗവർണർ ശ്രീ രമേശ് ബയാസ് ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മണ്ട്ലുയങ് ആസ്ഥാനമായുള്ള ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ്, ADB യെ പറ്റിയാണ്. ADB യുടെ പ്രസിഡന്റ് മസറ്റ്സുഗു അസക്കാവയാണ്. അപ്പോ 2020 ഡിസംബറിൽ വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട്, എനർജി ഡിസ്ട്രിബ്യൂഷൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനായിട്ട് ഉത്തർപ്രദേശിന് വായ്പ അനുവദിച്ച അന്താരാഷ്ട്ര ബാങ്കാണ് ADB. അപ്പോ വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഉത്തർപ്രദേശിന് വായ്പ അനുവദിച്ച അന്താരാഷ്ട്ര ബാങ്ക് ADB ആണ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിലിപ്പീൻസിലെ മണ്ട്ലുയങ് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് മസറ്റ്സുഗു അസക്കാവയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബിലെ IIT റോപ്പാറിനെ പറ്റിയാണ്. IIT അലുമിനി കൌൺസിലുമായി ചേർന്ന് അഗ്രിടെക് അതുപോലെ തന്നെ വാട്ടർ മേഖലകളിൽ ഗ്ലോബൽ സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കാൻ തീരുമാനിച്ച സ്ഥാപനമാണ് IIT റോപ്പാർ. അപ്പോ IIT അലുമിനി കൌൺസിലുമായി ചേർന്ന് അഗ്രിടെക് വാട്ടർ മേഖലകളിൽ ഗ്ലോബൽ സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കാൻ തീരുമാനിച്ച IIT പഞ്ചാബിലെ IIT റോപ്പാറാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതിലൊന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള ക്ഷീര സഹകരണ സ്ഥാപനമാണ് അമൂൽ. അപ്പോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനവും ഗുജറാത്തിലെ ആനന്ദിലാണ്. അപ്പൊ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇടക്കാല ചെയർപേഴ്സണായിട്ട് നിയമിതയായിരിക്കുകയാണ് വർഷ ജോഷി IAS. അപ്പോ ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇടക്കാല ചെയർപേഴ്സണായിട്ട് നിയമിതനായിരിക്കുന്നത് വർഷ ജോഷിയാണ്. അതുപോലെ മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഉത്തർപ്രദേശിലെ അലഹബാദ് സർവകലാശാലയുടെ പ്രഥമ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായിരിക്കുകയാണ് പ്രൊഫസർ സംഗീത ശ്രീവാസ്തവ. അപ്പോ അലഹബാദ് സർവകലാശാലയുടെ പ്രഥമ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായിരിക്കുന്നത് ആരാണ്? പ്രൊഫസർ സംഗീത ശ്രീവാസ്തവയാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിന്റെ പുതിയ പേരെന്താണ്? പ്രയാഗ്രാജ് എന്നാണ് അലഹബാദിന്റെ പുതിയ പേര്. അപ്പോ ഉത്തർപ്രദേശിലെ അലഹബാദ് സർവകലാശാലയുടെ പ്രഥമ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായിരിക്കുന്നത് ആരാണ്? പ്രൊഫസർ സംഗീത ശ്രീവാസ്തവ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ ആസ്ഥാനമായുള്ള ചെരുപ്പ് നിർമ്മാണ കമ്പനിയായ ബാറ്റ കോർപ്പറേഷന്റെ ഗ്ലോബൽ CEO ആയിട്ട് നിയമിതനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശ്രീ സന്ദീപ് കട്ടാരിയ. അപ്പോ ബാറ്റ കോർപ്പറേഷന്റെ ഗ്ലോബൽ CEO ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സന്ദീപ് കട്ടാരിയ. ബാറ്റ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ലോസൈനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അതിലൊന്നാണ് ഷോർട്ട് ഫിലിമായ ഷെയിംലെസ്. ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കെയ്ത്ത് ഗോമസ് ആണ്. 2021 ഓസ്കാർ അവാർഡിലേക്ക് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട ഷോർട്ട് ഫിലിമാണ് ഷെയിംലെസ് എന്ന ഷോർട്ട് ഫിലിം. അപ്പൊ ഷെയിംലെസ് എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കെയ്ത്ത് ഗോമസ് ആണ്. അപ്പോൾ 2021 ഓസ്കാർ അവാർഡിലേക്ക് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഹ്രസ്വചിത്രമാണ് ഷെയിംലെസ്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നും ഓസ്കാർ 2021 നോമിനേറ്റ് ചെയ്യപ്പെട്ട ചിത്രം ഏതാണ്? മലയാള ചലച്ചിത്രമായ ജല്ലിക്കെട്ടാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് തീയതികളാണ്. അതിലൊന്നാണ് ഡിസംബർ മാസം 1 ഇന്ത്യൻ ആർമിയുടെ സേനാ വിഭാഗമായ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ റൈസിംഗ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോ BSF റൈസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണ്? ഡിസംബർ മാസം 1 തീയതിയാണ്. BSF നിലവിൽ വരുന്നത് 1965 ഡിസംബർ മാസം 1 തീയതിയാണ്. BSFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. BSFന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താനയാണ്. അപ്പോ BSFന്റെ റൈസിംഗ് ഡേ എന്നാണ് BSF ആചരിക്കുന്നത്? ഡിസംബർ മാസം 1 തീയതിയാണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഡേ ആണ്, ഒരു അന്താരാഷ്ട്ര ദിനമാണ്. അടിമത്തത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ വർഷവും ഡിസംബർ മാസം 2-ാം തീയതി ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഫോർ ദ അബോളിഷൻ ഓഫ് സ്ലേവറി. അപ്പോൾ അടിമത്തത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ മാസം 2-ാം തീയതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് നമ്മളിത് ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ദിനമാണ്, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതിയാണ്. അപ്പോൾ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ മാസം 2-ാം തീയതിയാണ്. ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? നവംബർ മാസം 30-ാം തീയതിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഐക്കൺ എ കൾട്ട് കാൾഡ് റോയൽ എൻഫീൽഡ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ജേർണലിസ്റ്റായ അമൃത് രാജാണ്. അപ്പോ ഇന്ത്യൻ ഐക്കൺ എ കൾട്ട് കാൾഡ് റോയൽ എൻഫീൽഡ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ജേർണലിസ്റ്റായ അമൃത് രാജാണ്. ഇനി 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 ഡിസംബറിൽ അന്തരിച്ച ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അഭയ് ഭരദ്വാജ്. അതുപോലെ 2020 ഡിസംബറിൽ അന്തരിച്ച ISROയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയുടെ മുൻ ഡയറക്ടറാണ് ശ്രീ S. രാമകൃഷ്ണൻ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത്. 2020 നവംബറിൽ ഉദ്ഘാടനം ചെയ്ത സൂര്യാധർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ട് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 നവംബറിൽ രാഷ്ട്രപതി ഭവനിലെ സെറിമോണിയൽ ആർമി ഗാർഡ് ഡ്യൂട്ടി ഏറ്റെടുത്ത ഇന്ത്യൻ ആർമി സേനാ വിഭാഗം ഏതാണെന്നുള്ളത്. അപ്പോ 2020 നവംബറിൽ രാഷ്ട്രപതി ഭവനിലെ സെറിമോണിയൽ ആർമി ഗാർഡ് ഡ്യൂട്ടി ഏറ്റെടുത്ത ഇന്ത്യൻ ആർമി സേനാ വിഭാഗമാണ് സിഖ് റെജിമെന്റ്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.